അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയും അവരോടൊപ്പമുള്ള വിശ്വാസികൾക്കും തിരുനബിയുടെ കുടുംബമായ ബനു ഹാഷിം, ബനുൽ മുത്തലിബ് എന്നിവർക്കെതിരെയും മക്കയിലെ ഖുറൈശികൾ, മുശ്രിക്കുകൾ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അവസാനിപ്പിക്കുകയും അവർ തമ്മിൽ എടുത്തിരുന്ന ഒരു കരാർ, അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം വന്ന് ആ കരാർ പൊളിക്കുകയും അത് രേഖപ്പെടുത്തിയിരുന്ന രേഖകളെല്ലാം കീറി നശിപ്പിച്ചതിന് ശേഷം ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായുള്ള പ്രബോധനം വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇടക്കാണ് നജ്റാനിലെ ഒരു സംഘം ക്രിസ്ത്യാനികൾ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്, മക്കയിലേക്ക് വരുന്നത്. ഇമാം ബൈഹഖി തന്റെ ദലായിലുൻ നുബുവയിൽ വിവരിക്കുന്നത് കാണാം. നജ്റാനിലെ 20ഓളം വരുന്ന നസാറാക്കൾ, ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരികയാണ്. മക്കയുടെയും യമനിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് നജ്റാൻ. ക്രിസ്ത്യാനികളുടെ ഒരു വാസസ്ഥലമായിരുന്നു അത്. അവിടെയുള്ള ആളുകൾ 20 ആളുകളെ തെരഞ്ഞെടുത്ത് മക്കയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കാൻ. പുതിയ മതവുമായി വന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ, എന്താണ് പറയുന്നത്, എന്താണ് മക്കയിലെ സ്ഥിതി എന്നെല്ലാം പഠിച്ച് അറിഞ്ഞ് ചെല്ലാൻ വേണ്ടി 20ഓളം വരുന്ന ആളുകളെ, നസാറാക്കളെ നജ്റാനിൽ നിന്ന് അയച്ചിരിക്കുന്നു. അവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തി, മക്കയിലെത്തി. നബി തങ്ങളുമായി നീണ്ട സംസാരം, അവർക്കറിയേണ്ടതെല്ലാം അവർ ചോദിച്ചു. എല്ലാ വിവരങ്ങളും അറിഞ്ഞതിന് ശേഷം, സംസാരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് സംസാരിക്കുന്നു. ദീനിന്റെ കാര്യങ്ങൾ, അവരെ ദീനിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവരുടെ മുമ്പിൽ ഓതി കൊടുക്കുന്ന സമയത്ത് ഫഫാലത്ത് അഅ്യുനുഹും മിനദ്ദം സുമ്മ ആമനൂ ബിഹി വസദ്ദഖൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് നജ്റാനിൽ നിന്ന് പറഞ്ഞയച്ച് വന്നിരുന്ന 20 ആളുകളും വിശ്വസിച്ച് അവർ മടങ്ങിപ്പോകുന്നത് പരസ്യമായി മക്കയിലെ മുശ്രിക്കുകൾ കാണുകയാണ്. ഖുറൈശികൾ ഇതെല്ലാം കാണുന്നു. അവർ നബി തങ്ങളുമായി സംസാരിക്കുന്നത്, നബി തങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ആ വിശുദ്ധ ഖുർആനിന്റെ ഓത്ത് കേട്ട് അവർ കരയുന്നത്, അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് അവർ വിശ്വസിച്ച് മടങ്ങിപ്പോകുന്നത് എല്ലാം ഇവർ കേൾക്കുന്നു. അവർ മടങ്ങിപ്പോകുന്ന സമയത്ത് അബൂജഹൽ അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, വല്ലാത്തൊരു വിഭാഗമാണല്ലോ നിങ്ങൾ, ഇത്രയും മോശപ്പെട്ട ഒരു വിഭാഗം. നിങ്ങളെ ബഅസക്കും മൻ വറാഅക്കും മിൻ അഹ്ലി ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ ആളുകൾ, നിങ്ങളെ മതത്തിന്റെ ആളുകൾ നിങ്ങളെ പറഞ്ഞയച്ചത് തെർത്താദൂന, നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഈ മനുഷ്യന്റെ വിവരമറിയാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ചെന്ന് സംസാരിച്ചു കൊടുക്കാനാണ്. ബിഖബരി ഹാദർ റജുൽ, എന്താണ് ഇവിടെയുള്ളത് എന്നറിയാൻ, ഇവിടത്തെ വിവരമറിയാൻ വേണ്ടി നിങ്ങളെ കൂടെയുള്ള ആളുകൾ നിങ്ങൾ പറഞ്ഞയച്ച് ഇവിടെ വന്ന് സംസാരിച്ച് നിങ്ങൾ ഈ സദസ്സു പിരിയുന്നതിന്റെ മുമ്പ് തന്നെ ഹത്താ ആമൻതും ബിഹി, നിങ്ങൾ അയാളെ കൊണ്ട് വിശ്വസിച്ചുവല്ലേ, വസദ്ദഖ്തും ബിഹി, അയാളെ വാസ്തവമാക്കിയില്ലേ, മാ നഅലമു അഹ്മക മിൻകും, നിങ്ങളെക്കാൾ വിഡ്ഢികളായ ഒരു ജനതയെ ഞങ്ങൾ കണ്ടിട്ടില്ല, വളരെ മോശപ്പെട്ട വിഭാഗമാണല്ലോ നിങ്ങൾ, ഇത്രയും പെട്ടെന്ന് നിങ്ങൾ മതം മാറിയാണോ നിങ്ങളുടെ ജനതയുടെ അരികിലേക്ക് നിങ്ങൾ പോകുന്നത് എന്ന് ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്ന നജ്റാനിലെ ക്രിസ്ത്യാനികളായ ആളുകൾ വിശ്വസിച്ചു പോകുന്ന സമയത്ത് അബൂജഹൽ അവരോട് പറയുമ്പോ അവർ പറയുന്നത്, ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിനോട് ഒരു നന്മയും ഒഴിവാക്കിയിട്ടില്ല, നന്മ മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, സത്യം അറിഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞ് അവർ നജ്റാനിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു.
ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെത്തിയ വിവരവും മക്കയിലെ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ കഴിയാതെ ഹബശയിലേക്ക് കൂടെയുണ്ടായിരുന്ന ആളുകൾ ഹിജറ പോവുകയും ആ ഹബശയിൽ അവർ സുരക്ഷിതരാണ് എന്ന വിവരവും കേട്ടപ്പോഴായിരുന്നു നജ്റാനിലെ ആളുകൾ മക്കയിലേക്ക് വന്നിരുന്നത്. ആ ഹബശയിലെ വിവരമറിഞ്ഞ സങ്കടത്തിന്റെ പേരിൽ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെയും കൂടെയുള്ള വിശ്വാസികളെയും അവിടുത്തെ കുടുംബത്തെയും മക്കയിലെ മുശ്രിക്കുകൾ ഖുറൈശികൾ ബഹിഷ്കരിച്ചിരുന്നത്. ശൈബു അബീ താലിബിൽ അവർ കഴിയുന്ന കാലത്ത് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിന്റെ ഹബീബും അവിടുത്തെ കുടുംബക്കാരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പട്ടിണി കിടന്നുകൊണ്ട് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഒരുപാട് ആളുകൾ മരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രയാസത്തിൽ നിന്നൊരു അറുതി വന്നുകൊണ്ട് അവർക്കിടയിലുണ്ടായിരുന്ന കരാറുകൾ അവർ തന്നെ പൊളിക്കുകയും അള്ളാഹുവിന്റെ ഹബീബിനും കുടുംബത്തിനുമെതിരെ അവർ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്ത് ഏതാനും കഴിയുമ്പോഴത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പോറ്റുപിതാവായ അബൂ താലിബ്, അവിടുത്തെ പിതാവിന്റെ സഹോദരനായ അബൂ താലിബ് ലോകത്തോട് വിട പറയുകയാണ്. അദ്ദേഹം രോഗിയാവുകയാണ്. 19 ചെല്ലാനും പ്രായമായിരുന്നു അദ്ദേഹത്തിന്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം രോഗിയായ വിവരവും മരണത്തോടടുക്കുകയാണ് എന്ന് മക്കയിലെ ഖുറൈശികൾ മനസ്സിലാക്കിയപ്പോൾ ഒരു സംഘം ആളുകൾ അബൂ താലിബിന്റെ അരികിലേക്ക് വരികയാണ്. അവർ മറ്റൊന്നിനു വേണ്ടിയായിരുന്നില്ല വന്നിരുന്നത്. അബൂ താലിബ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണം നൽകിയിരുന്ന അബൂ താലിബിന്റെ ശേഷം ആരംഭ നബിയെ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനും എന്തും ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അബൂ താലിബ് മരിച്ചതിന് ശേഷം ആ ഒരു ചാൻസ് മുതലെടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ആളുകൾക്കിടയിൽ, അറബികൾക്കിടയിൽ നമുക്കതൊരു മോശമാണ്, ചീത്തപ്പേരാണ് വരുത്തുക, മോശമായിരിക്കും പറയുക. അതിന്റെ പേരിൽ അബൂ താലിബ് ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലും ഉത്തുബയും റബീയത്തും അബൂ സുഫിയാനും ഉമയ്യത്ത് ബിൻ ഖലഫ് തുടങ്ങിയിട്ടുള്ള അവരിലെ വമ്പന്മാരുടെ നേതൃത്വത്തിൽ ഒരു മഹാസംഘം അബൂ താലിബിന്റെ അരികിലേക്ക് വരുന്നു. അബൂ താലിബിന്റെ വീട്ടിൽ വന്നുകൊണ്ട് പറയുന്നു, നിങ്ങളെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ നിങ്ങൾക്കും അറിയാം, നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയും നമുക്കറിയാം. അങ്ങ് മരിക്കുമോ എന്ന ഭയമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങയുടെ സഹോദരപുത്രൻ മുഹമ്മദും ഞങ്ങളും തമ്മിലുള്ളതെല്ലാം അങ്ങേക്കറിയാമല്ലോ. ഒരു കാര്യം പറയാനാ ഞങ്ങൾ വന്നത്, അദ്ദേഹത്തെ ഒന്ന് വിളിപ്പിക്കൂ. വഖുദ് ലനാ മിൻഹു വഖുദ് മിന്നാ ലഹു. ഞങ്ങളൊരു കാര്യം പറയാം, അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നതും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായ ഒരു കരാറിൽ നമുക്കെത്താം. അദ്ദേഹം മുഹമ്മദിന്റെ ദൈവത്തെ ആരാധിക്കട്ടെ, അവരോടൊപ്പം കൂടിയ ആളുകളോട് സംസാരിക്കട്ടെ, ഞങ്ങൾ വെറുതെ അങ്ങ് വിട്ടേക്കട്ടെ, ഞങ്ങളെ ദൈവങ്ങളെ കുറ്റം പറയാതെ. ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം, മുഹമ്മദിനെ ആക്ഷേപിക്കാൻ പോകുന്നില്ല. മുഹമ്മദിന്റെ ആളുകളുമായി കഴിഞ്ഞുകൂടട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നു പറയാൻ അവരെ ഒന്ന് വിളിക്കൂ, മുഹമ്മദിനെ ഒന്ന് വിളിപ്പിക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്റെ പ്രബോധനം അവസാനിപ്പിക്കാനും ഉള്ളയാളുകളുമായി അള്ളാഹുവിന്റെ റസൂൽ സംസാരിച്ച് നീങ്ങാനും വേണ്ടിയുള്ള ഒരു സന്ധിയിലും ഒരു കരാറിലും ഏർപ്പെടാൻ വേണ്ടി അബൂ താലിബിനോട് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അബൂ താലിബ് വിളിപ്പിക്കുകയാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. അന്നതിന് ശേഷം സംസാരിക്കാനാണ് വിളിച്ചത്, ഒരു കരാറിലെത്താനാണ്, രണ്ടുപേർക്കും നല്ല രീതിയിൽ പിരിയാം എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പ്രതികരിക്കുന്നത്, നഅം കലിമത്തും വാഹിദ തുഅ്തൂനഹാ. കലിമത്തും വാഹിദ, ഒറ്റ വാക്ക് മാത്രം, അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ആ ഒരു വാക്ക് മാത്രമേ നിങ്ങൾ എനിക്ക് നൽകേണ്ടതുള്ളൂ. ആ വാക്ക് നിങ്ങൾ നൽകുകയാണെങ്കിൽ അറബികൾ മുഴുവനും നിങ്ങൾക്ക് വഴിപ്പെടും, അജമികൾ മുഴുവനും അനറബികൾ മുഴുവനും നിങ്ങളുടെ കയ്യിലായിരിക്കും, നിങ്ങൾക്ക് വലിയവരായി മാറാൻ കഴിയും. ഒരൊറ്റ വാക്ക് മാത്രം, ഇതേ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൂ, നിങ്ങൾ പറയേണ്ടതുള്ളൂ എന്ന് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അബൂജഹൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, നഅം വബീക വഅശ്റു കലിമാത്ത്. ഹോ മുഹമ്മദ്, 10 വാക്ക് വേണമെങ്കിലും ഞങ്ങൾ പറയാം, ഒന്നല്ല 10 കാര്യങ്ങൾ പറയാനും ഞങ്ങൾ തയ്യാറാണ്. അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. ഒരു സന്ധ്യയിൽ ഏർപ്പെടാമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, തഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ഒന്നേ പറയേണ്ടതുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം മാത്രം. അള്ളാഹു മാത്രമാണ് ഏക ഇലാഹ്, അവനല്ലാതെ ഒരു ഇലാഹില്ല, ആരാധിക്കാൻ അർഹനായ ആളില്ല. നിങ്ങൾ ആരാധിക്കുന്ന കല്ലും മണ്ണും മുട്ടികളും എല്ലാം ആരാധനക്ക് അർഹതപ്പെട്ടതല്ല, എല്ലാം പിഴവാണ്. അവരൊന്നും ആരാധന അർഹിക്കുന്നവരല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ബിംബങ്ങളല്ലേ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും നിങ്ങൾ പറയേണ്ടതും ഒരൊറ്റ വാക്ക് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോൾ അവരാസകലം കൈപൊട്ടി ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് പറയുന്നത്, മുഹമ്മദേ അത്ജാലുല്ലാലിഹത ഇലാഹം വാഹിദ, ഈ കാണുന്ന ദൈവങ്ങളെ എല്ലാം ഒറ്റ ദൈവമാക്കുകയാണോ? ഇവരെയെല്ലാം ഇല്ലാതെയാക്കി ഒറ്റ ദൈവമോ എന്നവർ ചോദിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് പറയുന്നത്, വല്ലാഹ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും ഈ മുഹമ്മദിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല, നമുക്ക് പിരിഞ്ഞു പോകാം. എന്താണ് അള്ളാഹു തീരുമാനിക്കുന്നതെങ്കിൽ നടക്കട്ടെ. നമ്മുടെ ദൈവത്തിന്റെ നിശ്ചയപ്രകാരം, തീരുമാനപ്രകാരം എന്താണ് നമുക്കിടയിൽ നടക്കാനുള്ളതെങ്കിൽ അത് നടക്കട്ടെ, നമുക്ക് പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞവർ പിരിഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂല് തന്റെ പോറ്റുപിതാവായ തന്റെ പിതാവിന്റെ സഹോദരനായ അബൂ താലിബിന്റെ വീട്ടിലാണ്. അബൂ താലിബ് അതിന്റെ പേരിലും സന്തോഷം തന്നെയാ പ്രകടിപ്പിക്കുന്നത്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് അബൂ താലിബിനോടാ സംസാരിക്കുന്നത്, അബൂ താലിബേ, നിങ്ങളെങ്കിലും ഇതൊന്നു പറയൂ എന്ന്. നബിയെ പോറ്റി വളർത്തിയവരാണ്, നബിയെ സംരക്ഷിച്ചവരാണ്, നബിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയവരാണ്. നബി തങ്ങളെ ശത്രുക്കളായ ആളുകൾ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് നബി തങ്ങളെ സ്വന്തം അരികിലേക്ക് കൊണ്ടുപോയി തന്റെ വിരിപ്പിൽ കിടത്തിയിട്ട് കിടന്നുറങ്ങിയതിന് ശേഷം തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ആ വിരിപ്പിൽ കിടത്തിയിട്ട് ആരും അറിയാതെ നബി തങ്ങളെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുറക്കിയിട്ട് നബി തങ്ങൾ ആദ്യം കടന്നിരുന്ന വിരിപ്പിൽ തന്റെ മക്കളെ കിടത്തിയിട്ട് നബിയാണെന്ന് കരുതി കൊല്ലുകയാണെങ്കിൽ എന്റെ മക്കളെ കൊല്ലട്ടെ എന്ന വിധത്തിൽ വരെ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ചവരാണ്. നബി തങ്ങളെ വല്ലാതെ ശത്രുക്കൾ പ്രയാസപ്പെടുത്തിയപ്പോ, ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിന് താങ്ങും തണലുമായി നിന്ന ആ അബൂ താലിബാൻ ലോകത്തോട് വിട പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവരുടെ ഈമാനിലും അവരുടെ വിശ്വാസത്തിലും വല്ലാതെ കൊതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കലിമത്തു ഷഹാദ നാക്കുകൊണ്ട് പറയാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ, പ്രയാസപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ. അവിടത്തോട് വിശ്വാസികളായ ആളുകൾ പിന്നീട് ചോദിച്ചിട്ടുണ്ട്, അബൂ താലിബ് അങ്ങേ നോക്കിയ പിതാവല്ലേ, അങ്ങേ സംരക്ഷിച്ച പിതാവല്ലേ, അങ്ങേക്ക് താങ്ങും തണലും ഹായി എന്ന പിതാവല്ലേ, ആ പിതാവിനെ രക്ഷപ്പെടുത്താൻ പരലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്, നാം, തീർച്ചയായും ഞാൻ ചെയ്യും. എന്റെ പിതാവിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. എന്റെ പിതാവിനെ എന്റെ ശഫാഅത്ത് കാരണം നരകത്തിന്റെ ഭീകരമായ ആ പ്രയാസത്തിൽ നിന്ന് ഒരു ലഘുത്വം നൽകിയിട്ട് നരകത്തിന്റെ ചെറിയ ഒരു കുണ്ടിലേക്ക് തന്റെ കാൽപാദങ്ങൾ മാത്രം, തന്റെ കാലിന്റെ അടിഭാഗം മാത്രം നരകത്തിന്റെ തീ അനുഭവിക്കുന്ന വിധത്തിൽ എന്റെ പിതാവിനെ മാറ്റാൻ, എന്റെ പോറ്റുപിതാവിനെ മാറ്റാൻ എനിക്ക് കഴിയും. ലൗലാ അന ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഞാനെങ്ങാനും അങ്ങനെ ചെയ്യില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് വേണ്ടി ഈ വിധം എന്നെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും അബൂ താലിബ് കഴിയേണ്ടി വരിക. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് തന്റെ അബൂ താലിബിനെ കുറിച്ചാണ്. ആ അബൂ താലിബ് മരണപ്പെട്ട സമയത്ത് നബി തങ്ങൾ വേദനിച്ചിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ, 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതാ വരുന്നു തങ്ങൾക്ക് മറ്റൊരു പ്രയാസം കൂടി. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന അവിടുത്തെ സഹധർമ്മണി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, പണം നൽകി നബിയെ സഹായിച്ചത്, വാക്കുകൊണ്ട് നബിയെ സഹായിച്ചത്, ശരീരം കൊണ്ട് നബിയെ സഹായിച്ചവർ, എല്ലാ അർത്ഥത്തിലും നബിയെ സഹായിച്ചവർ, നബിക്ക് താങ്ങും തണലുമായി നിന്നിരുന്നവർ, മഹിയുടെ ആരംഭം മുതൽ ഇതുവരെ നബി തങ്ങളോടൊപ്പം നിന്നിരുന്ന ആ ഖദീജ റളിയല്ലാഹു അൻഹയും ദിവസങ്ങൾ കഴിയുമ്പോൾ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ദുഃഖത്തിന്റെ മേൽ ദുഃഖം, പ്രയാസത്തിന്റെ മേൽ പ്രയാസമാ അള്ളാഹുവിന്റെ ഹബീബിന് വരുന്നത്. രണ്ടുപേരുടെയും മരണം അള്ളാഹുവിന്റെ ഹബീബ് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ചരിത്രം പോലും രേഖപ്പെടുത്തിയ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷമെന്ന്. ആ വർഷം ഇതായിരുന്നു. ആരംഭ നബിയുടെ പോറ്റുപിതാവായ അബൂ താലിബും അവിടുത്തെ സഹധർമ്മണി ഖദീജ റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞു പോയ ആ കൊല്ലം, അവരങ്ങ് വിട പറഞ്ഞു പോയപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ശത്രുക്കൾ വീണ്ടും പ്രയാസപ്പെടുത്തുകയാണ്, വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അവരാകുന്ന വിധം അള്ളാഹുവിന്റെ ഹബീബിനെ ബുദ്ധിമുട്ടിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിനെ, ആ സത്യമതത്തെ പരസ്യമായി തന്നെ പ്രബോധനം ചെയ്യുകയാണ്. ഒരിഞ്ച് പോലും പിറകോട്ട് പോവാതെ, തന്റെ സത്യത്തിൽ നിന്ന് മാറാതെ, തന്റെ ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും
ഒരിക്കലും പിന്മാറാതെ തീർത്തും പരസ്യമായി തന്നെ അള്ളാഹുവിന്റെ ഹബീബ് അത് നിർവഹിക്കുകയാണ്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അള്ളാഹുവിന്റെ ഹബീബിനെ കാക്കും, അതിനുള്ള വഴി ഒരുക്കിയിട്ടുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന് അറിയാം. ആരംഭ നബി തങ്ങൾ അവിടുത്തെ രണ്ടുപേരുടെയും, പിതാവിന്റെയും ഭാര്യയുടെയും സഹധർമ്മിണിയുടെയും വഫാത്തിന് ശേഷവും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് സത്യദീനിന്റെ പ്രചരണവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.